ഡിഎയും ശമ്പള പരിഷ്കരണ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത കരഞ്ഞു നടക്കുന്ന ജീവനക്കാർക്ക് കിട്ടിയ അടുത്ത കരണത്തടിയാണ് സേവനാവകാശ നിയമത്തിലെ പുതിയ വ്യവസ്ഥ. വിരമിക്കൽ പ്രായം നീട്ടുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്നവർക്കാണ് അടി കിട്ടിയത്. സേവനം നിഷേധിച്ചാൽ ഉദ്യോഗസ്ഥരിൽ നിന്നും 10,000 രൂപ വരെ വില ഈടാക്കാനാണ് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതുക്കിയ സേവനാവകാശ ബില്ലിന്റെ കരട് നിയമപരിഷ്കരണ കമ്മീഷൻ സർക്കാരിന്റെ കൈമാറിയിട്ടുണ്ട്. ഈ ഫയലിലാണ് മുഖ്യമന്ത്രിയുടെ അംഗീകാരം. നിയമ നടത്തിപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കണം എന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥ. അതായത് വിവരാവകാശ കമ്മീഷനെ പോലെ സേവനാവകാശ കമ്മീഷൻ രൂപീകരണം എന്നാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ വർഷാവർഷം പാഴാക്കി കളയാനും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കാനും പറ്റിയ മാർഗമാണ് സേവനാവകാശ കമ്മീഷൻ. പ്രത്യേക കാരണങ്ങളില്ലാതെ ഒരു സേവനം നൽകാൻ ഉദ്യോഗസ്ഥർ വൈകുകയോ സേവനം നിഷേധിക്കുകയോ ചെയ്താൽ 10,000 രൂപ വീതം പിഴയടയ്ക്കും. തുക പക്ഷേ സർക്കാരിന് ലഭിക്കുകയില്ല. സേവനം നിഷേധിക്കപ്പെട്ട ആളിന് നഷ്ടപരിഹാരമായി ലഭിക്കും. ഓൺലൈൻ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെട്ട ഇലക്ട്രോണിക് സേവനങ്ങളും നിയമത്തിന്റെ പരിധിയിൽ വരും എന്ന പ്രത്യേകതയും കാണാം. എല്ലാ സേവനങ്ങളും ഓൺലൈനായി നൽകണമെന്നും അല്ലാത്തവ സർക്കാർ പ്രത്യേക വിജ്ഞാപനം ചെയ്യണമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സേവനം നൽകിയില്ല എങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്നോ ആസ്തിയിൽ നിന്നോ ഈടാക്കാമെന്ന രസകരമായ വ്യവസ്ഥയും നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പീൽ നൽകിയാൽ 1 മാസത്തിനുള്ളിൽ തീർപ്പാക്കണം. ഇല്ലെങ്കിൽ കളക്ടർക്ക് 2ാം അപ്പീൽ നൽകാം. അപ്പീലിൽ അധികാരി വീഴ്ച വരുത്തിയാൽ അവരും പിഴ അടക്കേണ്ടി വരും. നിലവിലുള്ള നിയമം ഫലപ്രദമല്ലാത്തതിനാൽ തന്നെ സർക്കാർ 4 മാസം മുമ്പാണ് നിയമ പരിഷ്കരണ കമ്മീഷനോട് നിയമം പൊളിച്ചെഴുതാൻ ആവശ്യപ്പെട്ടത്. സേവനാവകാശം സംബന്ധിച്ച് വേണ്ടത്ര അവബോധമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് വൈസ് ചെയർമാൻ കെ ശശീന്ദ്രൻ നായർ പറയുന്നു. സർക്കാർ ജീവനക്കാരിൽ ഭൂരിഭാഗവും CPM-കാരാണ്. ഇവരിൽ 90% ദേശാഭിമാനി പത്രം വരുത്തുന്നവരുമാണ്. മേയിൽ സർക്കാർ ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം ഉയർത്താനിടയുണ്ട് എന്ന് പറഞ്ഞ മനപ്പായസം ഉണ്ടവർക്ക് മുന്നിലാണ് സർക്കാർ പിഴപ്പായസം വിളമ്പിയത്. വിരമിച്ച ജഡ്ജിയാണ് ശശീന്ദ്രൻ നായർ. അതുകൊണ്ട് മാത്രമാണ് ആരും അദ്ദേഹത്തിനെതിരെ സംസാരിക്കാത്തത്. അതേസമയം സർക്കാർ ജീവനക്കാർക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് പറയുന്നവരാണ് പൊതുജനങ്ങളിൽ അധിക പേരും. ഒരു സർക്കാർ ജോലി കിട്ടുന്നതോടുകൂടി മതിമറക്കുന്നവർക്ക് ശരിയായ പണി നൽകണമെന്നതാണ് സാധാരണക്കാർ പറയുന്നത്. ഇതേ അഭിപ്രായം തന്നെയാണ് മുഖ്യമന്ത്രിക്കും ഉള്ളത്. ആദ്യം അധികാരമേറ്റ കാലം മുതൽ തന്നെ മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന് അയാറാം ഗയറാം വിളിക്കുന്ന ഇടതു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം സർക്കാർ ജീവനക്കാർ BJP-യുമായി അടുത്തു നിൽക്കുന്നതായി സർക്കാരിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ വിവരം ലഭിച്ചിരുന്നു. ജീവനക്കാരെ നിരീക്ഷിക്കാനും കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാനും CPM സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അയോധ്യ കാണാൻ ക്ഷണം ലഭിച്ചവരിൽ ഇടതു സംഘടനാ പ്രവർത്തകർ 1000 കണക്കിനുണ്ടെന്നാണ് സർക്കാരിന് ലഭിച്ച വിവരം. മുമ്പെങ്ങും ഇതുപോലെ ഒരു പ്രതിസന്ധി ഇടതിന് ഉണ്ടായിട്ടില്ല. ക്ഷേമബത്ത നൽകാൻ സർക്കാരിന് ബാധ്യത ഇല്ല എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചതോടെയാണ് ജീവനക്കാരുടെ കൂട്ടത്തോടെയുള്ള മനംമാറ്റം. നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ധൂർത്ത് പരിഹാസ രൂപേണ കോടതി വാക്കാൽ പരാമർശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും 2019 നിശ്ചയിച്ച ശമ്പളത്തിലാണ് 2024 ജോലി ചെയ്യുന്നത്.